2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണം ഉറപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഇത്രയും നാളും പോരാട്ടം BJPയും ആം ആദ്മിയും തമ്മിലായിരുന്നെങ്കിൽ ഷീലാ ദീക്ഷിതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഡൽഹി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഡൽഹി അതിമലിനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ തന്നെ മലിനസമാകുന്ന ഒരു സാഹചര്യം ഡൽഹിയോളം രൂക്ഷമൊരിടത്തും ഇല്ല എന്നുള്ളതും സത്യമാണ്. തലസ്ഥാന നഗരി ഇങ്ങനെ എന്തു പറ്റി എന്നുള്ളതിൽ കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട്. ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടന്ന മാതൃകാപരമായ നയത്തെ പറ്റി BJPക്ക് പോലും കൃത്യമായി അഭിപ്രായമുണ്ട്. BJPയുടെ നേതാവായിട്ടുള്ള മനോജ് തിവാരി, അദ്ദേഹം ഡൽഹിയിൽ നിന്നുള്ള MP ആണ്, 3 തവണ MP ആയി കഴിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട് ഷീലാ ദീക്ഷിത് എത്രയോ മികച്ച മുഖ്യമന്ത്രിയായിരുന്നു. ഡൽഹി ജനത കൃത്യമായി അത് മനസ്സിലാക്കുന്നുണ്ട്. കെജ്രിവാൾ അധികാരത്തിനോട് കൊതിയും ആർത്തിയും കാണിച്ച് കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊടുന്നനെ ഒരു ഓവർനൈറ്റ് സക്സസ് ആയി കളയാമെന്ന രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് കയറുകയും, എന്നാൽ പിടിപ്പുകേടിൻ്റെ അങ്ങേയറ്റം കാരണം അദ്ദേഹം കാണിച്ചു കൂട്ടിയ അബദ്ധങ്ങൾ വളരെ വലുതായിരുന്നു. ഏറ്റവും ഒടുവിൽ പണി കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലേക്ക് ലയിക്കാൻ അദ്ദേഹം തീവ്രമായി ശ്രമിച്ചു. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നത് മദ്യനയ കേസും അതുപോലുള്ള നിരവധിയായ പ്രശ്നങ്ങളിൽ നിന്നും തടിയൂരാൻ അദ്ദേഹത്തിന് മറ്റ് പോംവഴിയില്ലാതെ വന്നു. കോൺഗ്രസ് ആകട്ടെ കൃത്യമായ ഉത്തരവാദിത്തം എന്ന രീതിയിൽ പ്രതിപക്ഷ അംഗങ്ങളെ വേട്ടയാടുന്ന ആ ഒരു മനോഭാവത്തിനെതിരെ കോൺഗ്രസ് പോരാട്ടം തുടരുകയായിരുന്നു. കെജ്രിവാൾ ഇപ്പോഴും കസ്റ്റഡിയിലാണ്. കെജ്രിവാൾ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കെജ്രിവാളിനെതിരെയുള്ള ആരോപണം, കെജ്രിവാളിൻ്റെ മന്ത്രിസഭയ്ക്കെതിരെയുള്ള ആരോപണം ഒക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. ഇതാദ്യമായിട്ടൊന്നുമല്ല കെജ്രിവാളിനെതിരെ ഇങ്ങനെയൊരു ആരോപണം വരുന്നത്. 600ഓളം പുകപരിശോധന കേന്ദ്രങ്ങൾ ഡൽഹിയിൽ പൂട്ടിയ സംഭവമുണ്ട്. നിരവധിയായ സാഹചര്യങ്ങൾ അനാസ്ഥയുടെയും എല്ലാ രീതിയിലുള്ള കൃത്യവിലോപത്തിൻ്റെയും നാൾവഴികളാണ് ഡൽഹിയിൽ പറയേണ്ടത്. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി വിജയിച്ച് സമ്പൂർണ്ണ അധികാരം എന്ന രീതിയിൽ തന്നെ മുനിസിപ്പാലിറ്റിയും ഡൽഹിയുടെ നിയമസഭയിലും ഭൂരിപക്ഷമുള്ള ആം ആദ്മി വാസ്തവത്തിൽ കാട്ടിക്കൂട്ടിയത് എന്തായിരുന്നു എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മിയും കോൺഗ്രസും സഖ്യം ചേരുമ്പോഴും ഷീലാ ദീക്ഷിത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് താല്പര്യപ്പെടാത്തതിന് നിരവധിയായ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ആം ആദ്മിയും കോൺഗ്രസും സഖ്യം ചേർന്നെങ്കിൽ പോലും അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല എന്നത് കോൺഗ്രസ് അങ്ങനെ സഖ്യം ചേരേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. വാസ്തവത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു 2ാം സ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. ഇത്തവണ അതിൻ്റെ ആവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാകുമ്പോൾ ആം ആദ്മി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന് വ്യക്തമാവുകയാണ്. നിരവധിയായ സർവേകളിൽ 25 മുതൽ 30 സീറ്റ് വരെ നേടി കോൺഗ്രസ്സിന് പ്രതിപക്ഷ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും എന്ന് പറയുമ്പോഴും കോൺഗ്രസ് പറയുന്നത് അങ്ങനെ പ്രതിപക്ഷത്താകാൻ വേണ്ടിയല്ല, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നതാണ്. BJPയുടെ ധാർഷ്ട്യത്തിനെതിരെ, BJPയുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു മുഖമടച്ച മറുപടി കൂടിയായിരിക്കും. അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അതിശയോ അവിടുത്തെ മന്ത്രിസഭയ്ക്ക് ഒന്നും തന്നെ കഴിയുന്നില്ല. അവർ ഹരിയാനയിൽ അവിടെ നിന്നും വെള്ളം വിട്ടുകിട്ടാൻ, ജലം വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള തീവ്ര പോരാട്ടമൊക്കെ നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ കോൺഗ്രസ് മുൻകൈയെടുത്ത ഈ സമരം രൂക്ഷമാക്കിയതിന് ശേഷമാണ് BJPക്ക് കാര്യങ്ങളുടെ അപകടനില മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ പോയാൽ കോൺഗ്രസ് ശക്തമായി തന്നെ വേരുറപ്പിക്കും എന്ന് മനസ്സിലാക്കി BJP പല കാര്യങ്ങളിലും അയയാൻ തുടങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ കോൺഗ്രസിനെ തച്ചുടയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടി ഇത്രയും കാലം കളിച്ചതെങ്കിൽ BJP വന്നതോടുകൂടി BJP ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ആം ആദ്മി നേതാക്കളെ ടാർഗറ്റ് ചെയ്തതുകൂടി സ്വയം രക്ഷയ്ക്ക് എന്ന രീതിയിൽ കോൺഗ്രസിനോട് സഹായം ചോദിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിനെ തേച്ചു മായ്ക്കാനും കോൺഗ്രസിനെ അഴിമതിക്കാരെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്ത രാംലീല മൈതാനിയിലെ പ്രസംഗമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആം ആദ്മിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ 2013 വലിയ തോതിൽ താരോദയം പോലെ
വലിയൊരു സൂപ്പർ സ്റ്റാറാണ് താൻ എന്ന രീതിയിലേക്കൊക്കെ വന്നു എങ്കിൽ പോലും ക്രിയാത്മകമായി അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ പരാജിതനായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നു.